ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നു. ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ. ടെലവീവിൽ വിവിധയിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചതായാണ് വിവരം. ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ഇന്നലെ തന്നെ ഇസ്രായേൽ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ നടന്ന UN സുരക്ഷാ കൌൺസിൽ യോഗം ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. മേഖലയിലെ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ നയതന്ത്ര ഇടപെടലുകൾ അനിവാര്യമെന്നും UN സെക്യൂരിറ്റി കൌൺസിൽ വിലയിരുത്തി. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യമാണ്, യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണ്. എന്തായാലും ഇതിലിനി നയതന്ത്ര ഇടപെടലുകൾ വേണം ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഏതു രീതിയിലാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിശക്തമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിതീവ്രമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്നെല്ലാം തന്നെ അല്ലെങ്കിൽ പുറത്തു വരുന്ന ഏജൻസികളുടെ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് അതിശക്തമായ ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ, അതായത് ആണവായുധങ്ങൾ സംഭരിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ആണവായുധങ്ങൾ തയ്യാറാക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്തിയത് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതായത് 9 ആണവ ബോംബുകൾ പൂർണ്ണമായും സജ്ജമാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ് ഇറാൻ എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതായത് ഈ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും നശിപ്പിക്കാൻ ശേഷിയുള്ള ആണവശേഷി ഇറാൻ കൈവരിച്ചിരിക്കുന്നു, ആണവ ആയുധശേഷി തന്നെ കൈവരിച്ചിരിക്കുന്നു എന്നാണ് ഇന്നലെ വ്യക്തമാക്കിയത്, അതായത് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ആ കടുത്ത നടപടിയിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ കൃത്യമായി ലക്ഷ്യം വെച്ച് വലിയ തോതിൽ ആക്രമണം നടത്തിയെന്ന് പ്രതിരോധ സേനാ വക്താവും പ്രധാനമന്ത്രിയും എല്ലാവരും തന്നെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിക്കുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ഇറാൻ UN സെക്യൂരിറ്റി കൌൺസിലിനെ സമീപിക്കുകയും ചെയ്തത്. UN സെക്യൂരിറ്റി കൌൺസിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ നയതന്ത്ര തലത്തിൽ ഈ വിഷയം പരിഹരിക്കുകയും പശ്ചിമേഷ്യയിലെ സുരക്ഷ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ പരിഹരിച്ച് സമാധാനം നിലനിർത്തുകയും വേണമെന്ന ഒരു നിലപാടാണ് അംഗരാജ്യങ്ങൾ 15ഓളം അംഗരാജ്യങ്ങൾ 5 തെരഞ്ഞെടുക്കപ്പെട്ട 5 സ്ഥിരാംഗങ്ങളും 10 തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളും ഉൾപ്പെടുന്ന 15 അംഗരാജ്യങ്ങളും ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഈ നിലപാടിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതായത് നയതന്ത്ര തലത്തിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നൊരു നിലപാടാണ് UN സെക്യൂരിറ്റി കൌൺസിൽ ഈ വിഷയത്തിൽ ഇന്നലെ നടന്ന യോഗത്തിൽ തന്നെ തീരുമാനിച്ചത്. എങ്കിൽ കൂടി UN സെക്യൂരിറ്റി കൌൺസിൽ യോഗത്തിന് ശേഷം വലിയ തോതിലുള്ള ഒരു പ്രത്യാക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ ഉണ്ടായത്. ഇസ്രായേൽ അതിശക്തമായ രീതിയിൽ പ്രത്യാക്രമണം നടത്തുകയും ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണങ്ങൾ നടത്തുകയും നിരവധി മിസൈലുകൾ വർഷിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, അതിനിടെ ശക്തമായി തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനുമുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. 2 ഡ്രോണുകൾ, അതായത് ഇസ്രായേലിനെതിരെ വന്ന 2 ഡ്രോണുകൾ ഉടൻ തന്നെ തകർത്തതായും ഇസ്രായേൽ പ്രതിരോധ സേന ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സംഘർഷം വീണ്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ ഒരു സമാധാന അന്തരീക്ഷം വൈകാതെ തന്നെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എണ്ണ വിലയിലും അതുപോലെ തന്നെ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ വിലയിലും സമുദ്ര ഗതാഗതത്തിലും എല്ലാം തന്നെ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ വെല്ലുവിളികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം ഐസൺ, നമുക്കറിയാം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. അതെന്താണ് എന്നുള്ളത് ഇസ്രായേൽ വ്യക്തമാക്കിയതുമാണ്. ആണവായുധ കേന്ദ്രങ്ങളാണ് തങ്ങൾ ആക്രമിച്ചത്. അതുമാത്രമല്ല, ഇറാൻ ഒരു വലിയ ആണവ ഭീഷണിയായി ലോകത്തിന് തന്നെ മാറുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് മാറിയത് എന്നുള്ളതും ഇസ്രായേൽ വ്യക്തമാക്കിയതാണ്. പക്ഷേ തിരിച്ചടി ഇറാനും ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായൊരു ഇടപെടൽ, പ്രത്യേകിച്ച് നയതന്ത്ര ഇടപെടൽ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതല്ലേ? കാരണം ഈ ഒരു സംഘർഷ സാഹചര്യം പരിഹരിക്കാതെ പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇരു രാജ്യങ്ങളിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതൽ സംഘർഷത്തിലേക്കും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളിലേക്കും ഒക്കെ അല്ലേ കടക്കാൻ പോകുന്നത്? തീർച്ചയായും രോഹിണി, വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വൻതോതിലുള്ള ആൾനാശവും സ്വത്തുക്കളുടെ നാശവും എല്ലാം തന്നെ ഉണ്ടാകുമെന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ 78 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. 2 രാജ്യങ്ങളുമായി അംഗീകരിക്കുന്ന ഒരു കണക്കുകൾ തന്നെയാണത്. മാത്രമല്ല 400ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി തന്നെ പലർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന ആക്രമണത്തിൽ മരണസംഖ്യ പോലും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ആണവായുധ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഈ
ആക്രമണം എന്നതുകൊണ്ട് തന്നെ ഈ ആണവായുധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമ്പോൾ ഒരു ആണവ ഭീഷണി സ്വാഭാവികമായും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതായത് ആണവായുധങ്ങൾ സ്വമേധയാ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ആണവ ശേഖരങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അത് ബാധിക്കും. വളരെ ചെറിയ ടെറിട്ടറിയുള്ള രാജ്യമായതുകൊണ്ട് തന്നെ വൻതോതിൽ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള കരുതൽ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ആണവ യുദ്ധത്തിനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന നിലപാട് കൃത്യമായി ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അമേരിക്ക കൃത്യമായി ഇടപെടൽ നടത്തുകയും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കുള്ള പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് ഇറാനുമായി തുടർച്ചയായി ചർച്ചകൾ നടത്തുകയും 6ാം തവണ ചർച്ച നടത്താനിരിക്കെ, അതായത് 1-2 ദിവസങ്ങൾക്കകം 6ാം തവണ ചർച്ച നടത്താനിരിക്കെയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്നത് ഏറെ ഗുരുതരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. തിരിച്ചടിക്കാനുള്ള ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനിയും രൂക്ഷമായി ഉണ്ടാവുകയാണെങ്കിൽ മേഖലയിൽ വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങും. ഇറാൻ എന്ന രാജ്യം മാത്രമായുള്ള ഒരു തിരിച്ചടിയായിരിക്കില്ല, മറിച്ച് ഇറാൻ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇറാൻ സൗകര്യങ്ങൾ ചെയ്തു നൽകുന്ന ഭീകര സംഘടനകളായിരിക്കും അതിനേക്കാൾ വലിയ വെല്ലുവിളി ഉയർത്തുക എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ മേധാവിയെ ഇന്നലെ കൊലപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ആണവ സംവിധാനങ്ങളുടെ മേധാവി, സംയുക്ത സൈനിക മേധാവി എന്നിവരെയെല്ലാം തന്നെ ഇന്നലെ ഇസ്രായേൽ ഇറാന്റെ മേധാവികളെയെല്ലാം തന്നെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇറാൻ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ മേലധികാരിയെ കൊല്ലുന്ന അല്ലെങ്കിൽ അതിന്റെ പരമാധികാരിയെ കൊല്ലുന്നൊരു നീക്കം ഒരു മേധാവിയെ കൊല്ലുന്നൊരു നടപടി ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ശക്തമായ തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഹൂതി ഭീകരരും അതുപോലെ തന്നെ ഹിസ്ബുള്ള, ഹമാസ്, നേരത്തെ പറഞ്ഞ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഒക്കെ ഇറാഖിൽ വളരെ ശക്തമായ സംവിധാനങ്ങളായി തുടരുന്നതാണ്. ഗോലാൻ കുന്നുകളിലൊക്കെ വലിയ തോതിലുള്ള ശക്തിയുള്ള സംവിധാനമാണ് ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക സേനാ വിന്യാസം എല്ലാം തന്നെ ഇസ്രായേൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെ പ്രതിരോധിക്കുന്നതിന്, ഗോലാൻ കുന്നുകളുടെ മേഖലയിൽ പ്രതിരോധം ഉറപ്പാക്കുന്നതിന് ഇസ്രായേൽ സേന ശക്തമായ ചില സംവിധാനങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് വലിയ ആഘാതങ്ങളിൽ ചെന്ന് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഐസൺ, നമുക്കറിയാം ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം മറ്റ് ലോകരാഷ്ട്രങ്ങളെ കൂടി വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ എണ്ണവില ക്രമാതീതമായി ഉയരുന്നു, സ്വർണ്ണവില ഉയരുന്നു. അതോടൊപ്പം ഈ വ്യോമപാത ഒഴിവാക്കിക്കൊണ്ട് വ്യോമഗതാഗതം മാറ്റി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. അങ്ങനെ ആഗോളതലത്തിൽ തന്നെ ഇതൊരു വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ലേ? ഇന്നലെ തന്നെ നിരവധി വിമാനങ്ങൾ തിരിച്ചിറക്കേണ്ട ഒരു സാഹചര്യം, അതായത് ഇറാന്റെ വ്യോമപാത അടക്കലും അത് അൺസേഫായ വ്യോമപാതയാണ് എന്ന ബോധ്യം വന്നതിനെ തുടർന്ന് പറന്നുയർന്ന വിമാനങ്ങൾ അല്ലെങ്കിൽ കുറേയൊക്കെ സഞ്ചരിച്ച വിമാനങ്ങൾ തന്നെ, വിമാനത്താവളങ്ങളിൽ നിന്ന് കുറേയൊക്കെ സഞ്ചരിച്ച വിമാനങ്ങൾ തന്നെ തിരിച്ചിറക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി. അന്താരാഷ്ട്ര ഏവിയേഷൻ സംവിധാനങ്ങളെ വളരെ പ്രതികൂലമായി ഇത് ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം 15ഓളം വിമാനങ്ങളാണ് റദ്ദാക്കുകയോ അല്ലെങ്കിൽ തിരിച്ചിറക്കുകയോ യാത്രകൾ മുടങ്ങുക എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇന്നലെ മാത്രം അത്രയും വിമാനങ്ങൾ പലതരത്തിലും യാത്രകൾ മുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് പല വിമാന കമ്പനികളും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുള്ള ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിമാനങ്ങൾ റദ്ദാക്കിയതിന്റെ കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മറ്റ് വിമാനങ്ങൾ റദ്ദാക്കുന്നത്, അതായത് പലയിടങ്ങളിൽ നിന്നുള്ള വലിയ സർവീസുകളൊക്കെ ഉണ്ട്, ആ സർവീസുകളൊക്കെ റദ്ദാക്കിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരുമ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രശ്നം അത് അന്താരാഷ്ട്ര വ്യോമ മേഖലയെ ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.